ോൾ നമ്മളിന്ന് പ്ലാന്റ്സ് എങ്ങനെയാണ് സോയിൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് സോയിൽ വാട്ടർ ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഈ ഒരു സോയിൽ വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള ഓർഗൻ എന്ന് പറയുന്നത് റൂട്ട്സ് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ റൂട്ടിലുള്ള റൂട്ട് ഹെയർസ് ആണ് ഈ ഒരു സോയിൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഓർഗൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ. റൂട്ട് ഹെയർസ് ആർ ദി ഓർഗൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഇൻ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. ഓക്കെ, റൂട്ടിലുള്ള കുറച്ച് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അതായത് റൂട്ടിൻ്റെ സർഫസ് ഏരിയ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൂട്ട് ഹെയർസ്. ആൻഡ് ദേ ആർ ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് കാപ്പിലറി വാട്ടർ. അതായത് സോയിലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട്. അതിൽ കാപ്പിലറി ആ ഒരു സോയിൽ പാർട്ടിക്കിൾസിന് ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ. അതാണ് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന water. Okay, so these root hairs are in close contact with this capillary water. The region of water absorption in the root is a little before the apical meristem, where the xylem is not fully mature. ഓക്കെ, നമുക്കറിയാം ഒരു റൂട്ടിനെ സംബന്ധിച്ച് റൂട്ട് ക്യാപ്പ് ഉണ്ട്. റൂട്ട് ക്യാപ്പിൻ്റെ ജസ്റ്റ് ബെനീത്ത് ആയിട്ട് റൂട്ട് മെരിസ്റ്റം പ്രസൻ്റ് ആണ്, എപ്പിക്കൽ മെരിസ്റ്റം പ്രസൻ്റ് ആണ്. ഈ എപ്പിക്കൽ മെരിസ്റ്റത്തിനൊക്കെ കുറച്ച് മുന്നേ ആയിട്ടാണ് ഈ ഒരു വാട്ടർ അബ്സോർബ് ചെയ്യുന്ന റീജിയൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. ദിസ് ഏരിയ ഈസ് യൂഷ്വലി ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് റൂട്ട് ഹെയർസ്. ഓക്കെ, ഈ വാട്ടർ അബ്സോർപ്ഷൻ നടത്തുന്ന റീജിയനിൽ ഒരുപാട് റൂട്ട് ഹെയർസ് ഉണ്ടാവും, വിച്ച് സെർവ് ടു ഇൻക്രീസ് the area of contact between root surface and soil. ഓക്കെ, അപ്പോൾ അതായത് സോയിലോട്ടേക്കുള്ള ആ ഒരു സർഫസ് ഏരിയ റൂട്ടിൻ്റെത് ഈ ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ കാരണം കൂടുകയാണ്. ഒരുപാട് സർഫസ് ഏരിയ വരും, അതുകൊണ്ട് തന്നെ വാട്ടർ അബ്സോർപ്ഷന് കൂട്ടാനും സഹായിക്കും. സോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പിക്കൽ മെരിസ്റ്റം കഴിഞ്ഞതിന് മുന്നേ ആയിട്ട് ഇലോങ്ങേഷൻ സോൺ ഉണ്ട്. ഈ ഇലോങ്ങേഷൻ സോണിനും തൊട്ട് മുന്നേ ആയിട്ടാണ് ആ ഒരു അബ്സോർപ്ഷൻ സോണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ അബ്സോർപ്ഷൻ ഏരിയയിൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് റൂട്ട് ഹെയർസ് ആൻഡ് ദേ ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് റൂട്ട്. സർഫസ് ഏരിയ കൂടുമ്പം നമുക്കറിയാം വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള ഏരിയയും കൂടുകയാണ് ചെയ്യുന്നത്. Herbs develop more root hairs than woody plants. നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ആൻജിയോസ്പേം ഡെവലപ്പ് മോർ റൂട്ട് ഹെയർസ് ദാൻ ജിംനോസ്പേം. ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് റൂട്ട് ഹെയർസ് കൂടുതലുണ്ടാവുക. ചില ജിംനോസ്പേമിൻ്റെ കേസിൽ ഓൾ ടുഗെദർ റൂട്ട് ഹെയർസ് ആബ്സെൻ്റ് ആണ്. Then root hairs are highly specialized structure for water absorption. They are thin-walled and tubular structure. Okay, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ ആർ തിൻ വാൾഡ് ട്യൂബുലാർ സ്ട്രക്ചറാണ്. ദർ സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ആർ ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ ആൻഡ് ദർ വാൾ മെറ്റീരിയൽസ് ആർ സ്ട്രോങ്ലി ഹൈഡ്രോഫിലിക് വിത്ത് ഹൈ അബ്സോർബിങ് പവേഴ്സ്. ഓക്കെ, അതായത് അവയുടെ സെൽ വാൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഹൈലി ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ്. പെട്ടെന്ന് വാട്ടറിനെ അട്രാക്റ്റ് ചെയ്യും. വാട്ടർ ലവിങ് സബ്സ്റ്റൻസ് ആണ് സെൽ വാളിലുള്ളത്. ദി സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ആർ ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ. Root hairs develop mainly at root tip just before the zone of elongation. നമ്മൾ പിക്ചറിൽ കണ്ടു ആ ഒരു സോൺ ഓഫ് ഇലോങ്ങേഷന് തൊട്ട് മുന്നേ ആയിട്ടാണ് ആ ഒരു അബ്സോർപ്ഷൻ സോൺ ഉള്ളത്. എ റൂട്ട് ഹെയർ ഈസ് എ യൂണിസെല്ലുലാർ ആൻഡ് ട്യൂബുലാർ ഔട്ട്ഗ്രോത്ത് ഓഫ് ദി ഔട്ടർ വാൾ ഓഫ് ദി എപ്പിബ്ലമ. ഓക്കെ, നമുക്കറിയാം റൂട്ടിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ ആ ഒരു ഔട്ടർ ലെയറിനെയാണ് എപ്പിബ്ലമ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റെമ്മിൻ്റെ കേസിൽ എപ്പിഡെർമിസ് എന്ന് പറയും, റൂട്ടിൻ്റെ കേസിലാകുമ്പം എപ്പിബ്ലമയാണ്. ഈ എപ്പിബ്ലമയിൽ നിന്നുള്ള ഒരു യൂണിസെല്ലുലാർ ട്യൂബുലാർ ഔട്ട്ഗ്രോത്ത് ആണ് ശരിക്കും റൂട്ട് ഹെയർസ്. ആൻഡ് ദേ ആർ ഡെലിക്കേറ്റ് ആൻഡ് ഷോർട്ട് ലിവിങ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. റൂട്ട് ഹെയർസ് ആർ ജനറലി ഡെലിക്കേറ്റ് ആൻഡ് ഷോർട്ട് ലിവിങ്. ദ സെൽ വാൾ ഓഫ് റൂട്ട് ഹെയർസ് കൺസിസ്റ്റ് ഓഫ് 2 ഡിസ്റ്റിങ് ലെയേഴ്സ്. സെൽ വാളിന് 2 ലെയേഴ്സ് ഉണ്ട് റൂട്ട് ഹെയർസിന്. ഔട്ടർ ലെയറാണ് പെക്റ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ട് കമ്പോസ് ചെയ്തത്. പെക്റ്റിനാണ് മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. പെക്റ്റിൻ എന്ന് പറയുന്നത് ഹൈലി ഹൈഡ്രോഫിലിക് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ടു അറ്റാച്ച്മെൻറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ്. ദ ഇന്നർ ലെയർ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്.
ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞു പിലിഫറസ് ലെയർ അല്ലെങ്കിൽ എപ്പിബ്ലമയിൽ നിന്നുള്ള ഒരു ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത് ആണ്, യൂണിസെല്ലുലാർ ആണ് ഈ റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ഔട്ടർ ലെയർ ഈസ് മേഡപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് ദ ഇന്നർ ലെയർ, സെൽ വാളിൻ്റെ ഇന്നർ ലെയർ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാട്ടർ അബ്സോർപ്ഷൻ ആണ് പറയുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, അവൈലബിൾ സോയിൽ വാട്ടർ. ഓക്കെ, അതായത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ സോയിലിൽ വാട്ടർ പ്രസൻ്റ് ആവണം. അതായത് പ്ലാന്റ്സിൽ കാപ്പിലറി വാട്ടറാണ് അബ്സോർബ് ചെയ്യുക. ദ മോസ്റ്റ് റെഡിലി അവൈലബിൾ വാട്ടർ ടു പ്ലാന്റ് ഈസ് ദി കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത് ദ ഒക്യുപ്പൈസ് ദി സ്പേസസ് ഇൻ ബിറ്റ്വീൻ നോൺ കൊളോയിഡൽ സോയിൽ പാർട്ടിക്കിൾസ്. അതായത് സോയിൽ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള സ്പേസുകളിൽ, കാപ്പിലറി സ്പേസുകളിലായിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടറാണ്. ഇതാണ് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ. ഓക്കെ, ഇനി നമുക്കറിയാം സോയിലിൽ വാട്ടർ വളരെ കുറവാണെങ്കിൽ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ സെക്കൻഡ് വണ്ണാണ് ടെമ്പറേച്ചർ ഓഫ് ദി സോയിൽ. സോയിലിൻ്റെ ടെമ്പറേച്ചറും വാട്ടർ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് പറയുവാണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ ഒരിക്കലും വാട്ടർ അബ്സോർപ്ഷൻ നടക്കില്ല. ഓക്കെ, ഫിസിയോളജിക്കൽ ഡ്രൈനെസ് എന്നൊക്കെ പറയും. ലോ ടെമ്പറേച്ചർ, അതായത് നോക്കിയാൽ മതി, ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റ്സുകളിൽ, പ്രത്യേകിച്ച് കോണിഫേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു ഹൈ ഓൾട്ടിറ്റ്യൂഡ്, കുറച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അവിടെയുള്ള പ്ലാന്റ്സിനൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവയുടെ സോയിലിൽ നല്ല കോൾഡായിരിക്കും. അതുകൊണ്ട് തന്നെ റൂട്ടിന് ആ ഒരു വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതായത് ലെസ് ദാൻ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് ഇൻഹിബിറ്റ് വാട്ടർ അബ്സോർപ്ഷൻ. ഓക്കെ, ആ ഒരു പറയുന്നത് ആ ഒരു ലോ ടെമ്പറേച്ചറിൽ സോയിൽ കുറച്ച് വിസ്കസ് ആയിരിക്കും ആൻഡ് റൂട്ട് ഗ്രോത്ത് റിട്ടാർഡഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു വാട്ടർ അബ്സോർപ്ഷന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ തേർഡ് വണ്ണാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. വെൻ ദ സോയിൽ സൊല്യൂഷൻ ഈസ് മച്ച് കോൺസെൻട്രേറ്റഡ് ഓർ ഹൈപ്പർടോണിക്, അങ്ങനെയുള്ള കേസിൽ, അതായത് ഒരുപാട് സൊല്യൂട്ട് പ്രസൻ്റ് ആണെങ്കിൽ, സോയിൽ സൊല്യൂഷനിൽ ഒരുപാട് മിനറൽസ് അല്ലെങ്കിൽ സോൾട്ടുകൾ പ്രസൻ്റ് ആണെങ്കിൽ അവരുടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ആ ഒരു സോയിലിൻ്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. എന്ത്, റൂട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലും വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാം, ഒരു പ്യുവർ വാട്ടർ ആണെങ്കിൽ അവർക്ക് വാട്ടർ പൊട്ടൻഷ്യലായിരിക്കും കൂടുതൽ, അതായത് വാട്ടർ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും, അവരുടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇനി നമ്മൾ ആ പ്യുവർ വാട്ടറിലോട്ടേക്ക് കുറച്ച് സൊല്യൂട്ട് അല്ലെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്താൽ, ആ വാട്ടറിലോട്ടേക്ക് നമ്മൾ കുറേ സോൾട്ട് ആഡ് ചെയ്താൽ ആ ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ വിത്ത് സൊല്യൂട്ട് സാൾട്ടായി. സോ അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടാൻ തുടങ്ങും. സാധാ പ്യുവർ വാട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സോൾട്ട് ഇട്ടാൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടും, ആ വെള്ളത്തിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ സോൾട്ട് വാട്ടറിൽ, അതായത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഈ സോൾട്ട് വാട്ടറിൽ നമ്മൾ മാങ്ങ ഇട്ടാൽ മാങ്ങയുടെ സെൽസാപ്പിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു ദി സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, സോൾട്ട് സൊല്യൂഷനിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവും മാങ്ങയിൽ കൂടുതലുമായിരിക്കും. തിരിച്ചും വേണേൽ പറയാം, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ സോൾട്ട് സൊല്യൂഷനിൽ കൂടുതലായിരിക്കും, മാങ്ങയുടെ ആ ഒരു സെൽസാപ്പിൻ്റെ ഉള്ളിൽ നോക്കിയാൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഓക്കെ, അപ്പം വാട്ടർ ഇപ്പോൾ എന്താ ചെയ്യുക, ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളിടത്തു നിന്ന് ലോ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളിടത്തോട്ടേക്കാണ് മൂവ് ചെയ്യുക. അപ്പം മാങ്ങയിൽ നിന്ന് ആ ഒരു സോൾട്ട് വാട്ടറിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. നമുക്കിതിനെ തിരിച്ചും പറയാം, വാട്ടർ എപ്പോഴും ലോ സൊല്യൂട്ട് പൊട്ടൻഷ്യലുള്ള സ്ഥലത്തു നിന്ന്, അതായത് മാങ്ങയിൽ നിന്ന് ഹൈ സൊല്യൂട്ട് പൊട്ടൻഷ്യലുള്ള സ്ഥലത്തോട്ടേക്ക്, അതായത് ആ ഒരു സോൾട്ട് വാട്ടറിലോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക.
ഓക്കെ, നമ്മൾ ഇത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു വാട്ടർ, അതായത് സോയിൽ വാട്ടറിൽ മിനറൽസും അയോൺസും കൂടുതലാണ്, അതായത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലാണ്. സോ പ്ലാന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലാന്റിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവാണ്, സോയിലിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലാണ്. നമുക്ക് തിരിച്ചും പറയാം, പ്ലാന്റിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ആ ഒരു സോയിലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണ്. ഇങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യുക, ആ ഒരു പ്ലാന്റിൽ നിന്ന് തിരിച്ച് പുറത്തോട്ടേക്ക്, അതായത് സോയിലിലോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും, അതായത് എക്സോസ്മോസിസ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? എപ്പോഴും ആലോചിക്കുക, വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. നമ്മൾ ഇത് പഠിക്കുന്നതായിരിക്കും. ദെൻ ഫോർത്ത് വണ്ണാണ് എയറേഷൻ ഓഫ് സോയിൽ. പുവർലി എയറേറ്റഡ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ നടക്കില്ല, റിട്ടാർഡേഷൻ സംഭവിക്കുന്നതായിരിക്കും. ദെൻ CO2ൻ്റെ അക്യുമുലേഷനും ഈ ഒരു വാട്ടർ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് വാട്ടർ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.